സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 28,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. മൈലേജ് ഉള്ള വാഹനമാണ്. ഡീസൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ടയർ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. നല്ല മെക്കാനിക് ടയർ ഭാഗങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. പുത്തൻ ഫുൾ കവർ ഇൻഷുറൻസ് ആണ്. വീണ്ടും റിറ്റ്സ് ആണ്. അത് ഓട്ടോമാറ്റിക് റിറ്റ്സ് ആണ്. റയർ പീസ് വണ്ടിയാണ്. കുറവാണ് വണ്ടികൾ. മൈലേജ് കിങ്ങാണ്. ഒരു 20-22 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടിയാണ്. കമ്പനി തന്നെ സർവീസ് ചെയ്യുന്ന റെക്കോർഡ് കാര്യങ്ങളെല്ലാം കൊടുക്കാം. സ്പെയർ കീ സർവീസ് ബുക്ക്. ഇത് നമുക്ക് 2,95,000 രൂപ കൊടുക്കാം. ഒരു 20-22 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. അടുത്തൊരു ടാക്സി വണ്ടിയാണ്. 2015 ഒറിജിനൽ കേരള വണ്ടിയാണ്. അടുത്ത 2018 മോഡൽ നെക്സോൺ ആണ്. 6 സീറ്റർ വണ്ടിയാണ്. 6 സീറ്റർ വണ്ടിയാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണല്ലേ? അതൊരു റയർ ആണ്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അരുൺ. അങ്ങനെ പെരുമ്പാവൂർ കാസിന്ന് രണ്ടാമത്തെ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഈ ഒരു സൈഡിൽ കിടക്കുന്ന കിഡിലം വണ്ടികളെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ പെരുമ്പാവൂർ കാസ് വരുന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ മലമുറിയാണ് ലൊക്കേഷൻ വരുന്നത്. 55ഓളം വണ്ടികളുണ്ട്. അതുകൊണ്ട് 2 പാർട്ടായിട്ട് ചെയ്ത വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്നത്തേത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ ആദ്യത്തെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടെന്ന്. ഇന്നത്തെ വീഡിയോയിലും ഉണ്ടല്ലേ നമുക്ക് മാക്സിമം ലോൺ വണ്ടികളുണ്ട്, വലിയ വണ്ടി എല്ലാ കാറ്റഗറിയും ഉണ്ട്. വീഡിയോ അങ്ങ് തുടങ്ങുകയാണ്. ആദ്യം ആസ്പെയർ 2018 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് 84,000 കിലോമീറ്റർ ഡീസൽ വണ്ടിയാണ്. ഡീസൽ മാനുവൽ ആണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ വില എത്ര പറയുന്നത്? ഇത് 80,000 കിലോമീറ്റർ. വില നമ്മൾ ആസ്കിങ് 3.5 ആണ്. ലോൺ നമുക്ക് ഒരു 3 ലക്ഷം രൂപ അടുത്തോടെ ചെയ്തെടുക്കാം. ഉള്ള വാഹനമാണ്. മൈലേജ് ഉള്ള വാഹനമാണ്. ഡീസൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ടയർ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. പുതിയ സീറ്റ് കവർ, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്ലീൻ വണ്ടിയാണ്. എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഒക്കെ അതായത് വണ്ടി എടുത്താലും പറയാട്ടോ, നമുക്ക് പറയാം. ഇപ്പൊ ചെറിയൊരു റീപ്ലേസ്മെന്റ് ആണെങ്കിൽ നമ്മൾ കസ്റ്റമർ പറഞ്ഞാൽ കൊടുക്കുള്ളൂ. അടുത്ത റിച്ച് ഇപ്പൊ വന്നാലും തന്നെ ബമ്പറോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെയാണ് റീപ്ലേസ്മെന്റ് വരാൻ സാധ്യതയുള്ളൂ. അല്ലാതെ മേജർ ആക്സിഡന്റുള്ള നമ്മൾ വണ്ടികളൊന്നും ചെയ്തിട്ടില്ല. മേജർ ആക്സിഡന്റോ ഫ്ലഡ് ആയിട്ടുള്ള വണ്ടികൾ നമ്മൾ ചെയ്യാറില്ല. അങ്ങനെ നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ നല്ല വണ്ടികളെ കൊടുക്കണം മാക്സിമം. ചെറിയൊരു റീപ്ലേസ്മെന്റ് ഇപ്പൊ ഒരു സ്ക്രാച്ച് ഒന്ന് ഡോർ മാറിയാലും നമ്മൾ പറഞ്ഞാൽ കൊടുക്കുള്ളൂ. ഈ റിച്ച് ഇത് 2015 മോഡല് ഡീസൽ തന്നെയാണ്. റിറ്റ്സ് 1,40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. LDA ആണ് വണ്ടി. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. നല്ല മെക്കാനിക് ടയർ ഭാഗങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. പുത്തൻ ഫുൾ കവർ ഇൻഷുറൻസ് ആണ്. ഇത് 2,85,000 രൂപയ്ക്ക് 15 റിറ്റ്സ് ഡീസൽ കൊടുക്കാം. 285 ആണ് പറയുന്നത്. ഏകദേശം ഒരു 2.25 റേഞ്ചിൽ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്ത വീണ്ടും റിറ്റ്സ് ആണ്. അത് ഓട്ടോമാറ്റിക് റിറ്റ്സ് ആണ്. റയർ പീസ് വണ്ടിയാണ്. കുറവാണ് വണ്ടികൾ. 2012 ഡിസംബർ വണ്ടി. ഓട്ടോമാറ്റിക് 80,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ വില എത്ര പറയാം നമ്മൾ? ഇത് 3,25,000 രൂപയാണ് ആസ്കിങ്. ചെറിയ വ്യത്യാസങ്ങൾ ചെയ്ത് കൊടുക്കാം. ഓട്ടോമാറ്റിക് ആണ്. റയർ വണ്ടിയാണ് കേട്ടോ. ലേഡീസിനൊക്കെ പറ്റിയ വണ്ടിയാണ്. ഹൈറ്റ് ഉള്ള വണ്ടിയാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. മെയിൻ്റനൻസ് കുറവായിരിക്കും. 1.2 സെയിം എഞ്ചിൻ തന്നെയാണ്. ഇതിനെ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റുമോ? ഫിനാൻസ് ചെയ്യാൻ 2.5 ലക്ഷം രൂപ വരെ ഫിനാൻസ് ചെയ്തു. 2 ലക്ഷം രൂപ വരെ ഫിനാൻസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. അതൊരു ചെറിയ ബഡ്ജറ്റിന്റെ വാഹനമാണ്. ഓൾട്ടോ 2013 മോഡല് ഓൾട്ടോ കേട്ടൺ VXI ആണ്. അലോയ്സ് കാര്യങ്ങൾ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഫാൻസി നമ്പർ ആണ്. 4994 ആണ്. 4994. അപ്പോൾ വില എത്ര പറയുന്നത്? ഇത് നമുക്ക് 1,90,000 രൂപ കൊടുക്കാം. ഏകദേശം 1.60 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. ലോൺ ചെയ്യാൻ പറ്റും അല്ലേ? 70,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഒരു 30 രൂപ അടച്ചു കഴിഞ്ഞാൽ ഒരു മാക്സിമം 30 to 50 ഇടയിലുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. പ്രൊഫൈൽ ഉണ്ടെങ്കിൽ അത്ര എമൗണ്ട് കുറയാം. പ്രൊഫൈലുള്ള കസ്റ്റമർ മാക്സിമം ഫണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അടുത്തത് അമേസ് ഡീസൽ ആണോ? അത് ഡീസൽ VX സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. VX സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ ടോപ്പ് എൻഡ് വണ്ടിയാണ്. ഡീസൽ മൈലേജ് കിങ് ആണ്. ഒരു 20-22 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. മോഡൽ 2016 ഡിസംബർ 17 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. ഓക്കെ. എത്ര ഓടിയുണ്ട്? ഇത് 1,50,000 കിലോമീറ്റർ കറക്റ്റ് പ്രോപ്പർ സർവീസ് ഉള്ള വാഹനമാണ്. സ്പെയർ കീ സർവീസ് ബുക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. VX ആയതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഷേപ്പ് വരുന്ന വണ്ടിയാണ്. ഓണർഷിപ്പ് ഏതാണ്? സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത്. അപ്പോൾ വില 30,000 കിലോമീറ്റർ വണ്ടിയുടെ ക്വാളിറ്റി ഉണ്ട്. അതെ, നല്ല ക്വാളിറ്റിയിലാണ് വണ്ടി കിടക്കുന്നത്. ഇത് നമുക്ക് 4.5 ലക്ഷം രൂപ കൊടുക്കാം. 450. ഏകദേശം 4 ലക്ഷം രൂപ അടുത്ത് ലോണും ചെയ്ത് കൊടുക്കാം. ഓക്കെ. 4 ലക്ഷം. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ഈ ഡീസൽ വണ്ടി എടുക്കാവുന്നതാണ്. വീണ്ടും ഡീസൽ തന്നെയാണ്. ഏതാ മോഡല്? 2013 ലാസ്റ്റ് വണ്ടിയാണ്. ചെറിയ പൈസക്ക് നമുക്ക് എടുക്കാവുന്ന വണ്ടിയാണ്. ചെറിയ പൈസ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി. നമുക്ക് 3,30,000 രൂപ കൊടുക്കാം. 13 അമേസ്. എത്ര ഓടി ഉണ്ടാവും? ഇത് 1,30,000 കിലോമീറ്റർ ഉണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്.
റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല സീറ്റൊക്കെ മാറ്റിയിട്ടുണ്ടല്ലേ, നല്ല നീറ്റ് ആക്കിയിട്ടുണ്ട്. സീറ്റൊക്കെ ഉള്ളതാണ്. അടിയിൽ കമ്പനി സീറ്റ് കവർ ഉണ്ട്. അതിന്റെ മുകളിൽ കൂടെ ഇട്ടിരിക്കുന്നതാണ്. വീൽ കപ്പൊക്കെ ഇട്ടുണ്ട്, അടിപൊളിയാണ്. വില എത്ര പറഞ്ഞത്? 3,30,000 രൂപ. 3,30,000. എത്ര കയറും? ഒരു 2.5-2.25 ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അടുത്തത് എസ്റ്റിലോ. 2011 മോഡൽ LXI ആണ്. പുതിയ ഇൻഷുറൻസ് ആണ്. 8-9 മാസത്തോളം പേപ്പർ ഉണ്ട്. കസ്റ്റമർ പേപ്പർ എടുക്കാനുള്ള പൈസ നമുക്ക് കുറച്ച് കൊടുക്കാം അല്ലേ? സീറ്റ് കവറൊക്കെ മാറ്റി അടിപൊളി സീരീസ് വരുന്ന മോഡലാട്ടോ. നമ്മൾ വാഗണറിന്റെ ഒക്കെ സെയിം എഞ്ചിൻ വരുന്ന മോഡലാണ്. ഇത് 1.5 ലക്ഷം രൂപ ഇട്ടിരുന്ന വണ്ടിയാണ്. ഇപ്പൊ നമുക്ക് ടെസ്റ്റിന്റെ പേപ്പറിന്റെ കാശ് കുറച്ച് 1,30,000 രൂപ 2011 സെന്നസ്റ്റിലോ പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം അല്ലേ? 1.30. അത്യാവശ്യം ഇന്റീരിയർ കാര്യങ്ങളെല്ലാം പക്കയാണ്. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് എത്ര ഓടിയുന്ന വണ്ടി? 1 ലക്ഷം കിലോമീറ്റർ താഴെ ഓടിയിട്ടുള്ളൂ. നീറ്റ് വണ്ടിയാണ് കേട്ടോ. അടുത്ത സെലേറിയോ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 2015-16 വണ്ടിയാണ്. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടിയാണ്. കമ്പനി തന്നെ സർവീസ് ചെയ്യുന്ന റെക്കോർഡ് കാര്യങ്ങളെല്ലാം കൊടുക്കാം. സ്പെയർ കീ, സർവീസ് ബുക്ക്, ഫുൾ കവർ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. 3.25 ലക്ഷം രൂപ കൊടുക്കാം. 3.25 അല്ലേ? 2.25-3 രൂപ അടുത്ത് തന്നെ ലോണും ചെയ്ത് കൊടുക്കാം. ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് ഒരു 50 രൂപ താഴെ ഡൗൺ പേയ്മെന്റ്. അത്യാവശ്യം സ്പേസ് ഉള്ള വണ്ടിയാണ്. പേരിന്റെ ഏതായിരുന്നു? VXI ആണ്. അടുത്തത് സിംഗിൾ ഓണർഷിപ്പ് i10 ആണ്. ഗ്രാൻഡ് i10. 2014 ഡിസംബർ വണ്ടിയാണ്. മാഗ്നയാണ്. 1.2 കാപ്പ എഞ്ചിൻ വരുന്ന മോഡലാണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുൾ കവർ ഇൻഷുറൻസ് വരുന്നുണ്ട്. ഏകദേശം വണ്ടിയുടെ അടുത്ത് തന്നെ ഫുൾ IDV വരുന്നുണ്ട്. 1.4 എന്താണ് ഓടിയിട്ടുള്ളൂ. കറക്റ്റ് സർവീസ് ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആയതുകൊണ്ട് തന്നെ പ്രോപ്പർ സർവീസ്. ഇത് നമുക്ക് 2,95,000 രൂപ കൊടുക്കാം. 2.95 അല്ലേ? 2.5 ലക്ഷം ലോണും ചെയ്ത് കൊടുക്കാം. അപ്പം ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ് കിടക്കുന്നത്. പെട്രോൾ ആണ്. അടുത്ത ജാസ് 2016 VX ഫുൾ ഓപ്ഷൻ വണ്ടിയാ. പെട്രോൾ അല്ലേ? ഡീസൽ മാനുവൽ VX ഫുൾ. ഇതിന്റെ കാര്യം പറയണ്ടാത്ത തന്നെ വണ്ടി. ഒരു 20-22 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടിയാ. ഉള്ളിൽ സീറ്റൊക്കെ മാറ്റിയിട്ടുണ്ട്. കമ്പനി അലോയ്സ് എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽഡ് വരുന്നുണ്ട്. പുതിയ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഉണ്ട്. എത്ര ഓടിയുണ്ട്? ഇത് 1.10 ഓടിയിട്ടുണ്ട്. പ്രോപ്പർ 1 ലക്ഷം വരെ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് 5.25 ആണ്. ചെറിയ വ്യത്യാസങ്ങൾ ചെയ്ത് കൊടുക്കാം. 16 ലാസ്റ്റ് വണ്ടി കേട്ടോ. 5.25 എത്ര കയറും? ഒരു 4.5 ലോൺ ചെയ്ത് കൊടുക്കാം. 5 വർഷത്തേക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. അടുത്ത വീണ്ടും റിറ്റ്സ് 2011 റിറ്റ്സ് ആണ്. ഡീസൽ. ഇതും 1 വർഷത്തോളം പേപ്പർ ഉണ്ട്. സ്പെയർ കീ, സർവീസ് ബുക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. നീറ്റ് ഇന്റീരിയർ ആണ്. പുതിയ ഇൻഷുറൻസ് ആണ്. 1 വർഷത്തേക്ക് പേപ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട്. എത്ര ഓടിയുണ്ട്? ഇത് 1.30 ഓടിയിട്ടുണ്ട്. ടൈമിംഗ് കാര്യങ്ങളൊക്കെ മാറിയേക്കുന്ന വണ്ടിയാണ്. നല്ല ക്ലീൻ വണ്ടിയാണ്. ഇത് നമുക്കൊരു ഓഫർ വിലക്ക് 1,75,000 രൂപ ഫൈനൽ കൊടുക്കാം. ഓഫറാണ്ടോ? ഓഫറിലിട്ടിരിക്കുകയാണ് ഈ റിറ്റ്സ് 1.25. പുതിയ ഇൻഷുറൻസ് എടുത്ത് നെയിം ചേഞ്ച് കൊടുക്കാം. അത് ഉൾപ്പെടെയാണ് ഈ പ്രൈസ് പറഞ്ഞത്. 1.25 എത്ര ഫിനാൻസ് ശ്രീരാമൊക്കെ നോക്കേണ്ട ഒരു ചാൻസ് 2011 ആയതുകൊണ്ട് റെഡി ക്യാഷ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. അടുത്ത ഡസ്റ്റർ അത് 2015 വണ്ടിയാണ്. RXL ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. 85 ആണോ? 85 ആണ്. അലോയ്സ് കാര്യങ്ങളെല്ലാം ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. ഡീസൽ. എത്ര 1.30 അടുത്ത് ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. മെക്കാനിക് കാര്യങ്ങളെല്ലാം പക്കയാണ്. 4,40,000 രൂപ ഫൈനൽ കൊടുക്കാം. 4 ലക്ഷം രൂപ 3.25 അടുത്ത് ലോൺ ചെയ്ത് കൊടുക്കാം. 2015 മോഡൽ വണ്ടിയാണ്. അടുത്തൊരു ടാക്സി വണ്ടിയാണ്. 2015 ഒറിജിനൽ കേരള വണ്ടിയാണ്. GD. ഡീസൽ ടാക്സി പെർമിറ്റ് ഉള്ള വണ്ടി. പുതിയ പേപ്പർ, പുതിയ ഇൻഷുറൻസ് ഒക്കെ എടുത്തു കൊടുക്കാവുന്ന വണ്ടിയാണ്. 2,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ടൊയോട്ടയുടെ വണ്ടി ആയതുകൊണ്ട് എടുത്ത് പറയണ്ട. അവൈലബിലിറ്റി പക്കയാണ്. കിലോമീറ്റർ ഒന്നും ഒരു വിഷയമല്ല. പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടിയാണ്. വണ്ടി നീറ്റ് വണ്ടിയാണ്. ഓണർഷിപ്പ് തേർഡ്. ബോഡി കാര്യങ്ങളെല്ലാം പക്കയാണ്. വേറെ ഒരു വർക്കും ചെയ്യാനില്ല. 2 വർഷത്തേക്ക് പേപ്പർ എടുത്ത് കസ്റ്റമറിന് നമുക്ക് കൊടുക്കാം. വില 4.5 ലക്ഷം രൂപ കൊടുക്കാം. ലാസ്റ്റ് ആണോ പ്രൈസ്? നമുക്ക് ചെറിയ വ്യത്യാസം ചെയ്ത് കൊടുക്കാം. നമ്മുടെ വിലകൾക്ക് ചെറിയ വ്യത്യാസം നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. എത്ര കയറും? ഇതൊരു 4 ലക്ഷം രൂപ അടുത്തൊക്കെ ലോൺ ചെയ്യാം. പ്രൊഫൈൽ ഉള്ള കസ്റ്റമർ. ടാക്സി ആയതുകൊണ്ട് പ്രൊഫൈൽ വേണം. ഒരു 750 സിബിൽ സ്കോർ ഉണ്ടാവുന്നുണ്ടോ? അടുത്ത ഇന്നോവ 2011 വണ്ടിയാണ്. കേരള വണ്ടിയാണ്. G4 ആണ്. വണ്ടി ഒരു ഒറിജിനൽ കേരള വണ്ടിയുടെ ക്വാളിറ്റി ഉണ്ട് അല്ലേ? എത്ര ഓടിയുണ്ട്? ഇത് 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 8 സീറ്റ് ആണ്. പുതിയ ടാക്സ് ടെസ്റ്റ് കസ്റ്റമർ ടെസ്റ്റ് ചെയ്ത് 5 വർഷം പേപ്പർ ആക്കി കൊടുക്കാം. അല്ലെങ്കിൽ അതിന്റെ പൈസ കുറച്ച് കൊടുക്കാം. ഇത് നമുക്ക് 4,65,000 രൂപ 2011 G4 ഇന്നോവ കൊടുക്കാം. 4.65 പറയുന്ന റേറ്റ്. കെയർ ഓഫ് ഫിനാൻസ്
ഫിനാൻസ് നമുക്ക് ശ്രീരാമം ചെയ്ത് കൊടുക്കാം, 2 വർഷമൊക്കെ ചെയ്ത് കൊടുക്കാം. വണ്ടി ഒരു എക്സ്ട്രാ ക്വാളിറ്റി ഉണ്ട്, ബോഡി കാര്യങ്ങളെല്ലാം പക്കയാണ്. അടുത്ത നെക്സോൺ ആണ് ടാറ്റയുടെ. അടുത്ത 2018 മോഡൽ നെക്സോൺ ആണ്. പെട്രോൾ XM ആണ്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 60,000 കിലോമീറ്റർ ഓടി സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന പെട്രോൾ മാനുവൽ വണ്ടിയാണ്. XM എന്ന് പറയുന്ന വേരിയന്റ്. റിപ്പയർസോ കാര്യങ്ങളൊന്നുമില്ല, വണ്ടി നീറ്റാണ്. ടയർ ഭാഗങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. മാക്സിമം ലോൺ ചെയ്യാവുന്ന വണ്ടിയാണ്. ഇത് നമുക്ക് 6,25,000 രൂപ ആസ്കിങ്. നമുക്കൊരു 6-10 റേഞ്ചിൽ കൊടുക്കാം. കസ്റ്റമർ പറ്റേ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 5.5 ലക്ഷം രൂപ അടുത്ത് ലോണും ചെയ്ത് കൊടുക്കാം. അടുത്ത നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായ വണ്ടിയാണ്. അതെ, കഴിഞ്ഞ വീഡിയോ ഉണ്ടായിരുന്ന വണ്ടിയാണ്. കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ 1 മാസം താഴെ ആയിട്ടുള്ളൂ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ട്. തീർച്ചയായിട്ടും. അപ്പൊ KUV ആണ് വരുന്നത്. 2018 മോഡലാണ്. K2 ആണ്. K2 ആണെങ്കിൽ തന്നെ AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ഫോഗ് ലാമ്പ്, എല്ലാ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. 6 സീറ്റർ വണ്ടിയാണ്. 6 സീറ്റർ വണ്ടിയാണ്. പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് ആണ്. തട്ടോ മുട്ടോ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം ഒരു ഫാമിലിക്ക് വേണ്ടി പറ്റിയ സ്പേസ് ഉള്ള വണ്ടിയാണ്. ചെറിയ വിലക്ക്. എത്ര ഓടിയിട്ടുണ്ട് ഇത്? 1 ലക്ഷം താഴെ ഓടിട്ടുള്ളൂ. 70 സംതിങ് ഓടിട്ടുള്ളൂ. ഓണർഷിപ്പ് സെക്കൻഡ്. പെട്രോൾ ആണ്. പെട്രോൾ മാനുവൽ ആണ്. വില 3.25 ലക്ഷം രൂപ കൊടുക്കാം. 3,20,000 വണ്ടി. 2018 3,25,000 ആണ് പറയുന്നത്. നമുക്ക് 2.5 ലക്ഷം രൂപ വരെ ലോണും ചെയ്യാം. പിന്നെ സിവിൽ ഉള്ളവർക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. വണ്ടി ക്വാളിറ്റി വണ്ടിയാണ്. സ്റ്റിംഗ്രേ 2013 മോഡൽ വണ്ടിയാണ്. LXI ആണ്. പെട്രോള് മാനുവല്. എത്ര ഓടിയുണ്ട്? ഇത് 80 സംതിങ് കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സ്പെയർ കീ, സർവീസ് ബുക്ക് കാര്യങ്ങളെല്ലാം വരുന്ന മോഡലാണ്. നല്ല ക്ലീൻ വണ്ടിയാണ്. അപ്പൊ 13 വണ്ടിയുടെ ക്വാളിറ്റി അല്ല, വണ്ടിക്ക് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. 2,80,000 രൂപ നമുക്ക് കൊടുക്കാം. 2,80,000 രൂപ 2.5 ലക്ഷം രൂപ ലോണും ചെയ്ത് കൊടുക്കാം. 2.5 ലക്ഷം രൂപ ലോൺ ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 30,000 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാവുന്നതാണ്. ടയർ 4 ബ്രാൻഡ് ന്യൂ പുതിയ ടയറാണ് കിടക്കുന്നത് കേട്ടോ. അടുത്ത സിംഗിൾ ഓണർഷിപ്പ് മൈക്ര ആണ്. 7 വണ്ടിയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 5 ടയറും പുതിയതാണ്. മേടിച്ചിട്ട് ഒരു 1000 കിലോമീറ്റർ പോലും ഓടിച്ചിട്ടില്ല. XL എന്ന് പറയുന്ന വേരിയന്റ്. XL എന്ന് പറഞ്ഞാൽ AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്നത്. പെട്രോൾ മാനുവൽ ആണ്. വലിയ മെയിൻ്റെനൻസ് ഒന്നും വരാത്ത വണ്ടിയാണ്. വിലയും ചെറിയ വില കൊടുക്കാം. 2,80,000 രൂപയ്ക്ക് 14 ഡിസംബർ മൈക്ര സിംഗിൾ ഓണർഷിപ്പ് കൊടുക്കാം. 2.5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരെ ലോൺ ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടല്ലോ വണ്ടി. വണ്ടി നല്ല ക്ലീൻ വണ്ടിയാണ്. 5 ടയറും പുതിയതാണ്. ഉൾപ്പെടെ പുതിയതാണ്. സ്പെയർ കീ, സർവീസ് ബുക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്ന മോഡലാണ്. അടുത്ത ടിയാഗോ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 28,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. മോഡൽ ഏതാ? 2022 മോഡല് XZ പ്ലസ്. ടോപ്പ് ആണ്. മോഡൽ നല്ല ക്ലീൻ വണ്ടിയാണ്. അലോയ് DRL കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. വെറും 28,000 കിലോമീറ്റർ ഓടിയ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് ധാരാളം വണ്ടിയാണ്. 7 വണ്ടിയാണ്. മാക്സിമം ലോണും ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. വില എത്ര പറയണേ? നമുക്ക് 5,40,000 രൂപ ആസ്കിങ്. നമുക്ക് ഒരു 5.25 റേഞ്ചിൽ 22 വണ്ടി കൊടുക്കാം. ഫുൾ ലോൺ കിട്ടാൻ സാധ്യതയുണ്ടോ? 5 ലക്ഷം രൂപ അടുത്ത് എന്തായാലും ലോൺ കയറും അല്ലേ? പ്രൊഫൈൽ ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഫണ്ടിങ് ചെയ്ത് കൊടുക്കാം. അടുത്തൊരു എർട്ടിക പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ആണല്ലേ? അതൊരു റയർ ആണ്. അതെ, 7 സീറ്ററിൽ ഓട്ടോമാറ്റിക് കുറവാണ്. മോഡല് 2016 മോഡല്. സെക്കൻഡ് ഓണർഷിപ്പ്. 1 ലക്ഷം കിലോമീറ്റർ. പ്രോപ്പർ സർവീസ്. അലോയ്സ് കാര്യങ്ങളെല്ലാം എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റ് ഇന്റീരിയർ ആണല്ലേ? അപ്പൊ വില എത്ര പറയുന്നത്? ഇത് 6.25 ലക്ഷം രൂപ ആസ്കിങ്. കസ്റ്റമർ വരട്ടെ, നമുക്ക് ചെറിയ വ്യത്യാസങ്ങൾ ചെയ്ത് കൊടുക്കാം. വണ്ടി ക്വാളിറ്റിയാണ്. വില മാത്രം കമ്പയർ ചെയ്യരുത്. വണ്ടി വന്ന് കണ്ട് നിങ്ങൾ വില പറഞ്ഞോ. വണ്ടിയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് മാത്രമാണ് വില ഇട്ടിട്ടുള്ളൂ. എപ്പോഴും ഞങ്ങൾ നല്ലതെന്ന് പറയുന്ന പോലെ അല്ല. നിങ്ങൾ വരിക, ഇൻസ്പെക്ട് ചെയ്യുക, വണ്ടി നോക്കുക, എന്നിട്ട് നിങ്ങൾ വില പറയാം. വണ്ടി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നേരിട്ട് വരിക. അല്ലാത്ത ചെറിയ ചേട്ടന്മാരൊക്കെ ഇരുന്ന് കമന്റ് ഇടാറുണ്ട്, നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, നിങ്ങൾ വണ്ടി വേണമെന്നുള്ളവരാണെങ്കിൽ കമന്റ് വായിച്ച സമയങ്ങളെ നേരിട്ട് വരിക, വണ്ടി ചെക്ക് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ ഡെലിവറി കൊടുത്താലും 7 days അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാവുന്ന ചെക്കിംഗ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതെ, എല്ലാ കസ്റ്റമറിനും കൊടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ ഇഷ്യൂസ് പിന്നെ പഴയ വണ്ടികൾക്ക് ഉണ്ടാവും. മേജർ ആയിട്ടുള്ള എന്ത് ഇഷ്യൂസും നമ്മൾ ഏറ്റെടുക്കുന്നതാണ്. എഞ്ചിന്, ഗിയർ ബോക്സ് കാര്യങ്ങളെല്ലാം എല്ലാ വീഡിയോയും നമ്മൾ പറയാറുള്ളതാണ്. അപ്പോൾ ഇത്തരം വണ്ടികളാണ് 2 പാർട്ടായിട്ട് ചെയ്ത് 50-55ഓളം വണ്ടികളുണ്ട്. എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്. റീപ്ലേസ്മെന്റ് ഉള്ള വണ്ടികളൊന്നും തന്നെ 2 വീഡിയോയിൽ റീപ്ലേസ്മെന്റ് കസ്റ്റമറോട് പറയാതെ കൊടുക്കൂല. അതെ, 2 വീഡിയോയിലും റീപ്ലേസ്മെന്റ് ഉള്ള വണ്ടികളൊന്നും കാണിച്ചിട്ടില്ല. ഇനി അഥവാ ഏതെങ്കിലും വണ്ടിയിൽ ഉണ്ടെങ്കിലും നമ്മളത് പറഞ്ഞിട്ടാണ് കൊടുക്കുകയുള്ളൂ. കാറ്റലോഗ് നമ്പർ, ലൊക്കേഷൻ ഡീറ്റെയിൽസ്, വിളിക്കാനുള്ള നമ്പർ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ലൊക്കേഷൻ വരുന്നത് പെരുമ്പാവൂർ, എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ മലമുറിയാണ്. പെരുമ്പാവൂർ കാർസ് എന്നാണ് ഷോറൂമിന്റെ പേര് വരുന്നത്. ഓൾ കേരള ഡെലിവറി ഉണ്ട്, ഓൾ കേരള ഫിനാൻസ് ഉണ്ട്, പിന്നെ എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ടല്ലോ. എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ട്, പാർക്ക് ആൻഡ് സെയിൽ ഓപ്ഷൻ ഉണ്ട്. അതിനുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട്.
വെള്ളം കയറിയ വണ്ടിയോ മേജറായിട്ട് ഇടിച്ച വണ്ടിയോ നമ്മൾ ടോട്ടൽ ലോസ് വണ്ടികളും ഫ്ലഡ് വണ്ടികളോ ഒന്നും നമ്മൾ വിൽക്കില്ല. 100% ഗ്യാരണ്ടിയാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കുക. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. അടുത്ത സ്റ്റോക്ക് കയറട്ടെ പെട്ടെന്ന് തന്നെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.